ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ അവരുടെ അടുത്ത് പറഞ്ഞത് രാത്രി ആയതുകൊണ്ട് എഫ്ഐആർ ഇടാൻ പറ്റൂല എന്നുള്ള. അത് എവിടുത്തെ നിയമം നമുക്ക് അറിഞ്ഞുകൂടാ. അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകളിലും ചാർജറുകളിലും കയറാതിരിക്കുക. ഇത് EV ഉപയോഗിക്കുന്നവരാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒറ്റക്കും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? എങ്കിൽ നമ്മളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശിയായ സുധീഷും കുടുംബവും കഴിഞ്ഞ ഓഗസ്റ്റ് 11 ഉച്ചയോടുകൂടി തന്റെ EV കാറിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര പുറപ്പെട്ടു. സുധീഷ് ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര പോകുന്ന ആള് തന്നെയാണ്. സാധാരണഗതിയിൽ യാത്ര പോവാറ് വയനാട് വഴിയും അതുപോലെ നിലമ്പൂര് വഴിയൊക്കെയാണ്. ഇത്തവണ യാത്രക്കായി തെരഞ്ഞെടുത്തത് കൂർഗ് വഴിയുള്ള റൂട്ടായിരുന്നു. അങ്ങനെ ഉച്ചയോടുകൂടി യാത്ര ആരംഭിക്കുന്നു. കൂർഗ് വഴി വിരാജ്പേട്ടക്ക് വഴി മൈസൂർ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഷെല്ലിന്റെ ഒരു പമ്പില് ഒരു ഇലക്ട്രിക് ചാർജർ ഉണ്ട്. അവിടെ വെച്ചിട്ട് ചാർജ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ആക്ച്വലി സുധീഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഡിക്കേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയ സമയത്ത്, മൈസൂരിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അകലെയാണ് ഡിക്കേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ സമയത്ത് സ്റ്റാറ്റിക്കിന്റെ ഒരു ചാർജറും അതോട് ചേർന്ന് ഒരു ഉടുപ്പി റെസ്റ്റോറന്റ് ഒക്കെ കണ്ടു. അപ്പോ സുധീഷ് വിചാരിച്ചു എന്നാൽ ഇവിടെ ചാർജ് ചെയ്യാം, ഭക്ഷണം കഴിക്കാലോ എന്നുള്ള ഒരു ധാരണയില് അങ്ങനെ വണ്ടി ചാർജിലിടുന്നു. തൊട്ടടുത്തുള്ള ഉടുപ്പി ഹോട്ടലിൽ എത്തുന്നു. പക്ഷെ അവിടെ ഭക്ഷണം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഹോട്ടൽ കൂടി ഉണ്ട്, രാംസൺ എന്ന് പറയുന്ന ഒരു ഹോട്ടല്. അപ്പൊ ആ ഹോട്ടലിന്റെ ഫ്രണ്ട് സൈഡിൽ ഇരുന്നിട്ട് അവര് ഭക്ഷണത്തിനൊക്കെ ഓർഡർ ചെയ്യുന്നു. ഈ സമയം വണ്ടി അവർക്ക് കാണാവുന്ന ഒരു ദൂരത്ത് തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് അവർ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള മറ്റൊരാള്, ഈ വണ്ടിയുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരാള് സ്കൂട്ടിയുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നതും ഫോണിൽ സംസാരിക്കുന്നതൊക്കെ എന്തോ ഒരു അസ്വാഭാവികത സുധീഷിന് അനുഭവപ്പെടുകയാണ്. അങ്ങനെ സുധീഷ് എന്ത് ചെയ്തു എന്ന് വെച്ചാല് മകനെ വണ്ടിയുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞയക്കുന്നു. വണ്ടിയുടെ ചുറ്റുപാടൊന്ന് നടന്നിട്ട് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പറഞ്ഞയച്ചത്. മകൻ പോകുന്നു, തിരിച്ചു വരുന്നു, പ്രത്യേകിച്ചും പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ അവിടെ വന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു 15 മിനിറ്റിനകം ഭക്ഷണമൊക്കെ പൂർത്തിയാക്കി അവര് വണ്ടിയുടെ അടുത്തേക്ക് എത്തി. വണ്ടിയുടെ അടുത്തേക്ക് എത്തിയ സമയത്താണ് ഡ്രൈവർ സൈഡിലെ ബാക്ക് ഡോറിന്റെ വിൻഡോ ഗ്ലാസ് പൊട്ടിക്കപ്പെട്ട നിലയിൽ കണ്ടു. നേരത്തെ വണ്ടി കാണാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വണ്ടിയുടെ ഒരു സൈഡായിരുന്നു അവർക്ക് കാണാൻ പറ്റുന്നത്, പാസഞ്ചർ സൈഡ്. ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗ്ലാസ് ആണ് പൊട്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഡിക്കിക്കകത്തുണ്ടായിരുന്ന 5 ബാഗുകളിൽ 4 ബാഗുകളും ഒരു സ്യൂട്ട് കേസും അതുപോലെ ഫ്രണ്ട് സീറ്റിൽ സൂക്ഷിച്ചിരുന്ന ഒരു പേഴ്സും, ആ പേഴ്സിൽ ഏകദേശം 5000 രൂപ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒക്കെ ഒരു നിർദ്ദേശത്തോടെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് 112 വിളിച്ചിട്ട് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസുകാരെത്തി. പോലീസുകാരെടുത്ത് അവര് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. അങ്ങനെ ശേഷം അവര് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവര് കുറെ സമയം അവിടെ ഇരിക്കുന്നു. പോലീസുകാരെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പോയ കാര്യങ്ങളൊക്കെ, കുട്ടിയുടെ ഇതിലൊരു കുട്ടി ഉണ്ടായിരുന്നു, കോളേജിലേക്ക് പോകാനുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ച് സങ്കടമൊക്കെ പറഞ്ഞു. ഏതായാലും അങ്ങനെ ഒരു വിവരം പറഞ്ഞു, നിങ്ങൾ പോയിട്ട് നാളെ വാ, പിറ്റേ ദിവസം രാവിലെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ നിവൃത്തിയില്ലാതെ സുധീഷും കുടുംബവും അന്നേ ദിവസം ഈ നേരത്തെ ചാർജിലിട്ടിട്ടുണ്ടായിരുന്ന രാംസൺ ഹോട്ടലിലെ ആ ഹോട്ടലിന്റെ റൂമിൽ വന്നിട്ട് റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ സുധീഷ് വീണ്ടും ഹോട്ടലിലേക്ക് എത്തുന്നു. കുടുംബ റൂമിലായിട്ടുണ്ടായിരുന്നത്. സുധീഷ് ഹോട്ടലിലേക്ക് പോകുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസുകാരടുത്ത് വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ, ആ പോലീസുകാരൻ നേരത്തെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് അല്പം മലയാളം അയാൾക്ക് അറിയാം. ഓക്കെ, അങ്ങനെ അയാള് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള മാറ്റർ എഴുതിക്കൊണ്ടിരുന്നു. അപ്പൊ ഇത് എഴുതിക്കൊണ്ടിരിക്കെ ഈ സുധീഷിന്റെ സഹോദരിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. എന്താണ് ആ കോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവരുടെ നഷ്ടപ്പെട്ട ബാഗുകളിൽ ഒരു ബാഗ് വീണ് കിട്ടിയിട്ടുണ്ട്, ആ ബാഗിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉൾപ്പെടുന്ന അടങ്ങിയിട്ടുള്ള ഒരു ബാഗാണെന്ന് അറിയിച്ചു. അങ്ങനെ ഈ പോലീസുകാരന്റെ സഹായത്തോടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ അവരുടെ അടുത്ത് പറഞ്ഞത് രാത്രി ആയതുകൊണ്ട് FIR ഇടാൻ പറ്റൂല എന്നുള്ള. അത് എവിടുത്തെ നിയമം നമുക്ക് അറിഞ്ഞുകൂടാ. പോലീസുകാരന്റെ സഹായത്തോടെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിച്ച ആളെ വിളിക്കുകയും
അയാളെടുത്ത് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അയാൾ ഉള്ളത് മറ്റൊരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ബാഗ് എത്തിച്ചു കൊടുത്തു. ആ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ആ സർട്ടിഫിക്കറ്റ്സ് ഉൾപ്പെടുന്ന ബാഗ് സുധീഷുള്ള ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഏകദേശം സമയം ഒരു ഉച്ചയോട് അടുത്ത സമയമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഇവർക്ക് കോളേജിലേക്ക് പോകാനുള്ള ഒരു സമയം, കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയുള്ള കോളേജിലേക്ക് പോകാനുള്ള സമയമായപ്പം സുധീഷ് പോലീസുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഓക്കെ നിങ്ങളിപ്പോ പോയിക്കോ, കുഴപ്പമില്ല, നിങ്ങൾ രാത്രി തിരിച്ചു പോകുന്ന വഴിയിൽ എന്ത് ചെയ്താൽ മതി, ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി, അപ്പൊ FIR ഒക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് റെഡിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഉറപ്പിന്മേൽ സുധീഷും കുടുംബം അവിടുന്ന് യാത്ര പുറപ്പെട്ടു. കോളേജിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ രാത്രി വീണ്ടും പോലീസുകാരായിട്ട് ബന്ധപ്പെട്ടു. ആ സമയത്ത് പോലീസുകാർ പറഞ്ഞത്, ഇത് ഇന്ന് ചെയ്യാൻ പറ്റൂല, സമയമെടുക്കും, കാരണം ഇതില് പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നല്ലോ, നിങ്ങളുടെ ഒരു ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് തിരിച്ചു കിട്ടിയല്ലോ, അതുകൊണ്ട് FIR തിരുത്തൽ വരുത്താനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മുടന്ത ന്യായം പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നാളെ വീണ്ടും വരണമെന്ന് പറഞ്ഞു. അപ്പൊ നാളെ എന്ന് പറയുമ്പോ 13-ാം തീയതിയാണ്, പിറ്റേ ദിവസം 13-ാം തീയതി. ഈ 13-ാം തീയതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ബാംഗ്ലൂർ അന്ന് ബന്ദായിരുന്നു. അപ്പൊ അന്ന് സുധീഷ് ഈ 12-ാം തീയതി രാത്രി അവിടെ നിൽക്കുകയാണെങ്കിൽ 13-ാം തീയതിയും അവിടെ നിൽക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ സുധീഷിനെ സംബന്ധിച്ച് വ്യക്തിപരമായ കുറെ തിരക്കുകളൊക്കെ കാരണം അത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അതുകൊണ്ട് സുധീഷ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല് മാനല്ല മനസ്സോടെ അയാൾ നിരാശനായിക്കൊണ്ട് തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 19-ാം തീയതിയാണ്, ബുധനാഴ്ച. ഇപ്പോഴും ആ FIR കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോ ഇതിൽ എന്താ നമുക്കുള്ള ഒരു മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലീസും സംവിധാനങ്ങളൊന്നും നമ്മൾ കേരളത്തിലെ പോലീസിന് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടുത്തെ പോലെ അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നമുക്കുള്ള പാഠം, അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകളിലും ചാർജറുകളിലും കയറാതിരിക്കുക. ഇത് EV ഉപയോഗിക്കുന്നവരാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകളിൽ കയറാതിരിക്കുക, ചാർജിങ് സ്റ്റേഷനുകളിൽ കയറാതിരിക്കുക. അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാല് നമുക്ക് മതിയായ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെയൊക്കെ പിന്നാലെ പോകാൻ കഴിയുള്ളൂ. കാരണം അവിടുത്തെ ഒരു പോലീസ് സംവിധാനം എന്നുള്ളത് ആ രൂപത്തിലാണ്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മുടെ അടുത്ത സ്ഥലമാണ് പറയുമ്പോൾ കർണാടക എന്നുള്ളത്, വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ പോലീസുകാര് ഈ സുധീഷിനോടും കുടുംബത്തോടും പെരുമാറിയ രീതി ഒട്ടും ശരിയായ രീതിയിലല്ല അവര് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് സത്യത്തിൽ ഈ ഒരു പ്രശ്നം നമ്മള് 1-2 ദിവസം മുമ്പ് ചില ചാനലുകളായിട്ടും ഈ ഒരു പ്രശ്നം ഇത് ന്യൂസ് ആക്കാൻ പറ്റുമെന്നുള്ള രൂപത്തിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ എന്താ ദൗർഭാഗ്യവശാൽ ചാനലുകൾക്കും ഇതിൽ താല്പര്യമില്ല. കേരളത്തിലെ ചാനലുകളുടെ കാര്യമായിട്ട് പറഞ്ഞത്, ചാനലുകൾക്കൊക്കെ മനസ്സിലാക്കി കൊടുത്തോളം അവർക്കൊക്കെ ഹോട്ട് ന്യൂസുകൾക്ക് വാല്യൂ ഉള്ളൂ. ഹോട്ട് ന്യൂസുകൾക്കും സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകൾക്ക് അവർക്ക് താല്പര്യമുള്ളൂ. ഇതൊന്നും നമ്മൾ പറയുമ്പോൾ അവർ മൈൻഡ് ചെയ്യണ പോലും ഇല്ല. എന്തായാലും നമുക്ക് ഇത് ആളുകളിലേക്ക് മെസ്സേജ് എത്തിക്കേണ്ടതുണ്ട്. പരമാവധി ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതുപോലെ EV ഓണർമാര് EV ഗ്രൂപ്പുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് ഈ ഒരു മെസ്സേജ് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക്